ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 3.40 കോടി രൂപയുടെ നഷ്ടമെന്ന സൂചന. സംഗമത്തിന് ബോർഡ് നൽകിയ തുക സ്പോൺസർഷിപ്പിലൂടെ തിരികെ ലഭിച്ചില്ല. ഓഡിറ്റ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ളവ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേർന്നു. ആന്റണി, നമുക്കറിയാം ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം വലിയ രീതിയിൽ സംസ്ഥാനത്ത് ചർച്ചയായ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ സംഗമം നടത്തിയതിന്റെ പേരിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 3.4 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ സെപ്റ്റംബർ 20-നാണ് മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപായാണ് സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് സംഘടിപ്പിച്ചത്, ദേവസ്വം വകുപ്പും ചേർന്ന് സംഘടിപ്പിച്ചത്. അത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി, ശബരിമലയുടെ മുന്നോട്ടുള്ള ഭാവി ഒക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടിയാണെന്ന പരിപാടി സംഘടിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഇതിൻ്റെ ചെലവൊക്കെ ബന്ധപ്പെട്ട് ചില ഹർജികളൊക്കെ ഹൈക്കോടതിയിലേക്ക് വന്നിരുന്നു. ആ ഘട്ടത്തിൽ കോടതി കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു. സർക്കാരിൻ്റെയോ ദേവസ്വം ബോർഡിൻ്റെയോ ഫണ്ട് ഇക്കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കരുത് എന്നുള്ള കാര്യം. അന്ന് സർക്കാരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും അറിയിച്ചിരുന്നത് ഈ ഫണ്ട് പൂർണ്ണമായും സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തി അങ്ങനെയാണ് ഈ പരിപാടി നടത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ വരുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് 3.40 കോടി രൂപ ഈ ദേവസ്വം ബോർഡിന്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നഷ്ടം സംഭവിച്ചു എന്നുള്ളതാണ്. അതായത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി പമ്പയിൽ വേദി തയ്യാറാക്കിയിരുന്നത് ജർമ്മൻ പന്തലാണ് അതിനുവേണ്ടി തയ്യാറാക്കിയത്. അതിന് ഏതാണ്ട് 3 കോടി രൂപയോളമാണ് ചിലവ് വന്നത്. ഈ തുക അഡ്വാൻസായി, അന്ന് ഈ പൈസ വരാത്തത് കൊണ്ട് തന്നെ അഡ്വാൻസായി ദേവസ്വം ബോർഡ് നൽകിയിരുന്നു 3 കോടി രൂപ. അപ്പോൾ സ്പോൺസർഷിപ്പ് വരുന്ന ഘട്ടത്തിൽ ആ പൈസ മടക്കി ലഭിക്കും എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രതീക്ഷ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനുള്ള ഒരു സ്പോൺസർഷിപ്പ് പോലും ലഭിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉള്ള വിവരം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 3 കോടി രൂപയും സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുമെന്ന ബോർഡിൻ്റെ പ്രതീക്ഷ അത് വലിയ തിരിച്ചടി നേരിട്ടു. അങ്ങനെ പണം ലഭിച്ചില്ല. ഇതോടുകൂടി 3.40 കോടി രൂപ ബോർഡിന് അതായത് നേരത്തെ അഡ്വാൻസായി നൽകിയ തുക നഷ്ടമായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതൊക്കെ സംബന്ധിച്ചുള്ള സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടും അതുപോലെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ടുമാണെന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് വരിക. തീർച്ചയായും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന നടപടി അല്ലെങ്കിൽ നിർദ്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കോടതി അന്ന് കർശനമായി തന്നെ പറഞ്ഞിരുന്നു, ഒരു തരത്തിലും ബോർഡിൻ്റെതായ തുകയെടുത്ത് ചെലവാക്കരുത്. കാരണം ബോർഡിൻ്റെ തുക എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ നിന്ന് ഉള്ള തുകയാണത്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാനുള്ള പണമല്ല. അതുകൊണ്ട് അങ്ങനെ ബോർഡിൻ്റെ പണം ഉപയോഗിക്കരുതെന്ന് കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഹർജികളിൽ ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഏതായാലും അന്ന് ഈ സ്പോൺസർഷിപ്പിലൂടെ പണം ലഭിക്കും, സ്പോൺസർഷിപ്പിലൂടെയാണ് പണം കണ്ടെത്തുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു പണവും ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും 3.40 കോടി രൂപ ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന് നഷ്ടം സംഭവിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ഏതായാലും ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ അതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരാമർശങ്ങൾ ഈ കേസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതുമാണ്. ശരി, എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 3.40 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നതാണ് സൂചന. സംഗമത്തിന് ബോർഡ് നൽകിയ തുക സ്പോൺസർഷിപ്പിലൂടെ തിരികെ ലഭിച്ചില്ല. ഓഡിറ്റ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ളവ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.